ഫ്രണ്ട്സ് എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കും വിശ്വസിക്കാൻ അധികം നടക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഈസി ആയിട്ടൊരു മത്തി കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് കറി വയ്ക്കാം. അപ്പോൾ മത്തി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വല്പം കടുക്, അത് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അത് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ചതച്ചതാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, മസാല പൊടികൾ ചേർത്ത് കൊടുക്കാണ്. 2 സ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ, കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി പച്ചകുത്തുമിന് ഒന്ന് മാറിയെടുക്കുക. കോടപ്പുളി ചൂടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുള്ളത് അതിൽ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഒന്ന്. തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർക്കാൻ നമ്മൾ മറന്നുപോയി. അപ്പോൾ അതിലേക്ക് ചേർത്ത് അതൊന്ന് നന്നായി വെന്ത് വരണം. അപ്പോൾ തക്കാളിക്ക് നന്നായി വെന്ത് ഉടഞ്ഞ് നല്ല വെളിച്ചെണ്ണൊക്കെ തെളിഞ്ഞ വന്നിട്ടുണ്ടെങ്കിൽ കുടംപുളി ചൂടാക്കിയിട്ട് തിളപ്പിച്ച വെള്ളം, പിന്നെ ആവശ്യത്തിന് ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഉപ്പിട്ടിട്ട് ഇതൊന്ന് ഈ ചാറൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഓരോരോ മത്തിയത് ഇട്ട് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക. ഈ കുറച്ച് പച്ചവെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു മത്തി കറി നിങ്ങൾ എല്ലാവരും ഈസി ആയിട്ട് തയ്യാറാക്കി